ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മുത്തോലിയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുത്തോലി പഞ്ചായത്തിലെ BJP ഭരണസമിതി വികസന സദസ്സ് നടത്താത്ത സാഹചര്യത്തിൽ LDF മുത്തോലി കവലയിൽ യോഗം സംഘടിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സംഘടിപ്പിച്ച വികസന സദസ്സ് LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കുറച്ചു കാലം ഭരിച്ചപ്പോൾ ചെറിയ വിലക്ക് വിലക്കി, അതിലൊന്നും കാര്യമില്ല. യഥാർത്ഥമായ ഈ ഗവൺമെന്റ് ഇവിടെ തുടരേണ്ടത്, ഇടതുപക്ഷം ഇവിടെ തുടരേണ്ടത്, ഇടതുപക്ഷം തുടർന്നാൽ മാത്രമേ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പ്രയോജനമുള്ളൂ, വികസന രംഗത്ത് പ്രയോജനമുള്ളൂ, സാമൂഹ്യക്ഷേമ രംഗത്ത് പ്രയോജനമുള്ളൂ, ജോലി കിട്ടാനുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് നമ്മുടെ ആളുകളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. തീവ്ര വലതുപക്ഷത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ രാജ്യത്തെ വർഗീയത പറഞ്ഞ് മുടിച്ച് അല്ലെങ്കിൽ വർഗീയതയിൽ അധികാരത്തിരിക്കുന്ന അവർ കാണിച്ച ആ കാര്യങ്ങളിലേക്ക് കടന്നാൽ ഒത്തിരി സമയം ഞാൻ കടക്കുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റ് എത്ര ലക്ഷം കോടിയാ കടം? 65 ലക്ഷം കോടിയാണ് ഇന്ത്യ ഗവൺമെന്റ് കടം. ആ ഗവൺമെന്റ് ആണ് പറയുന്നത് ഇവിടെ കേരളത്തിന് കടമാണെന്ന് കള്ളം പ്രചരിപ്പിക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസം കണക്ക് വന്നു, CAG അവരുടെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്നെ കമ്പോളർ പരിശോധിച്ചു പറഞ്ഞു കേരളത്തിന്റെ കടം 15ാം സ്ഥാനത്താണ്. ജോയി കൊമ്പനാൽ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാൽചന്ദ് ജോർജ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാബു K. ജോർജ്, CPM ഏരിയ സെക്രട്ടറി സജയ് ശശി, കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ K. അലക്സ്, പുഷ്പ ചന്ദ്രൻ, രാജൻ മണ്ഡമറ്റം, KS പ്രദീപ് കുമാർ, ജോമാൻ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു.